ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതൊന്നുമല്ല, കുനാഫയാണ്. കുനാഫയുടെ ട്രെൻഡൊക്കെ കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സബ്സ്ക്രൈബറും അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവായ ഒരാൾ എൻ്റെ അടുത്ത് കുനാഫയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുനാഫ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന്, അപ്പം മക്കൾക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് വെർമിസിലിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് തിന്നായിട്ടുള്ള വളരെ നേരിയതായിട്ടുള്ള വെർമിസിലിയാണ്. നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കട്ടിയുള്ളതായിരിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയെടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 125 ഗ്രാമിൻ്റെ 2 എണ്ണമാണ്. അപ്പോൾ 250 ഗ്രാം. അതുപോലെ പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് കസ്റ്റേർഡിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസിൻ്റെ സ്ലൈസും എടുത്തിട്ടുണ്ട്. നമുക്ക് മൊസറല്ല ചീസ് ആണെങ്കിലും മതിയാകും. ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ 2 പാക്കറ്റും ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബട്ടർ എടുത്തില്ലേ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ട് നന്നായിട്ട് കട്ടയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ തിരുമ്മി ആ സേമിയയിൽ മൊത്തമായിട്ട് അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കണമല്ലോ. ഇതപ്പോൾ ഒരു സൈഡിലേക്ക് മാറിയിരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ അതിലൊരു ക്രീമായിട്ടുള്ളൊരു ടെക്സ്ചർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് കുറച്ച് പാലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 മെത്തേഡിൽ ചെയ്യാം. ഞാനിവിടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കസ്റ്റേർഡ് പൗഡറിന് പകരം കോൺഫ്ലോർ ചേർത്താലും മതിയാകും. അപ്പോൾ 2 മെത്തേഡിൽ ചെയ്യാം. ഓൾറെഡി ഈ കസ്റ്റേർഡ് പൗഡറിൽ കോൺഫ്ലോർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ളുപ്പും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കസ്റ്റേർഡ് പൗഡർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. ഒരുപാട് കട്ടയാക്കി കളയേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്താൽ മതിയാകും. അതൊന്ന് നമുക്ക് വേറെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു പരിപാടി, ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുനാഫ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹാഫായിട്ട് വെർമിസില്ലി നമ്മൾ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു മിക്സ്ചർ ഒരു പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഒരു ലെയറായിട്ടല്ലേ നമ്മളിത് കുനാഫ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ പുറത്തേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പാലും കസ്റ്റേർഡ് പൗഡറൊക്കെ ഇട്ടാക്കി ഈ ഒരു മിക്സും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ചെയ്തത് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തത്. എന്നിട്ട് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കുനാഫ എന്ന് പറയുന്ന ഒരു അറബിക് ഡിഷാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം അറബിക്കിൻ്റെ ഫുഡുകളൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ എല്ലാവരും പരീക്ഷിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും ആ ഒരു ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമാണ്. ബാക്കിയുള്ള ആ മിക്സും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായി ഒന്ന് തണുത്തതിന് ശേഷം തട്ടി അപ്പുറത്തെ ഭാഗവും കൂടി ഒന്ന് 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കരിഞ്ഞു പോകരുത് കേട്ടോ, ഭയങ്കര സ്ലോ ആക്കി തന്നെ വെക്കണം. ഇനി നമുക്കൊരു ഷുഗറിൻ്റെ സിറപ്പ് വേണം. അതിന് ഈക്വലായിട്ട് 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. സംഭവം റെഡി ആയിട്ടുണ്ട്. അതും ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മളുടെ
കുനാഫയുടെ ഇതും കൂടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കി, ഒരു ഇച്ചിരി ഒന്ന് ഡാർക്കായിട്ടുണ്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്കും. എല്ലാവരും ഒന്ന് വളരെ സ്ലോ ഫ്ലെയിമിലാക്കി എടുത്തിട്ട് വരണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. മധുരമൊക്കെ ഇഷ്ടമുള്ളവർ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോ. മധുരം വേണ്ടാത്തവർ അതനുസരിച്ച് നമുക്ക് ഒഴിച്ചാൽ മതി. അതിനുശേഷം കുറച്ച് പിസ്തയും കൂടി ജസ്റ്റ് ഒന്ന് ക്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി സ്വാദിഷ്ടമായിട്ടുള്ള കുനാഫ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരിടയ്ക്ക് ഇതിൻ്റെ ട്രെൻഡ് വളരെ കൂടുതലായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് ചെയ്യാനുള്ള അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു, ഒന്ന് ചേച്ചി എനിക്ക് അതിൻ്റെ വീഡിയോ ഇട്ട് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു ഞാനത് ചെയ്തിട്ടില്ലല്ലോ, നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന്. ഇവിടെ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് നന്നായി ചൂടോടുകൂടി സെർവ് ചെയ്യാനാണ് കൂടുതൽ ടേസ്റ്റ്. ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായും അതുപോലെ ചീസ് നല്ല മെൽറ്റായിരിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് വളരെ ടേസ്റ്റ്. നല്ല ചൂട് മന്തിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കുനാഫ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം അറിയിക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.